ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, മാത്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മദർ ഓൾസോ ബോത്ത് സം ഫ്ലവേഴ്സ്, ദേ ഡ്രോ ആൻ ഔട്ട്ലൈൻ ഫോർ ദ പൂക്കളം, കളർ ഇറ്റ്. മദർ കുറച്ച് ഫ്ലവർ വാങ്ങിച്ചു. ആ ഫ്ലവർ കൊണ്ട് അങ്ങനെ പൂക്കളം ഇട്ടേക്കണത് കണ്ടു. ആ പൂക്കളത്തിന് കൂട്ടുകാർ എന്ത് ചെയ്യണം? കളറ് കൊടുക്കണം. കൂട്ടുകാർക്ക് കളറ് കൊടുക്കാൻ അറിയില്ലേ? നല്ല ഭംഗിയായിട്ട് ഈ പൂക്കളത്തിന് ക്രയോൺ ഉപയോഗിച്ച് നിങ്ങൾ കളറ് കൊടുക്കണം. എന്നിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹൗ മെനി സർക്കിൾസ് ഇൻ ദിസ്? ഇതിൽ എത്ര സർക്കിളുണ്ട്? കൂട്ടുകാരൊന്ന് എണ്ണീട്ട് പറഞ്ഞേ, എത്ര സർക്കിളുണ്ട്? അതിവിടെ എഴുതണം. 1 2 3 4 5 6 7 8 9 9 കഴിഞ്ഞാൽ ഇതില്ലേ 9 കഴിഞ്ഞാൽ 10, പിന്നെ ഇത് മുകളിലുള്ളത് 11, ഇവിടുത്തെ 12. അപ്പോൾ എത്ര നമുക്ക് സർക്കിൾ എത്ര കിട്ടിയത്? 12. അതവിടെ എഴുതണം. ഇതിന് 2 മാർക്കാണ്. പൂക്കളത്തിന് കളർ കൊടുക്കുക, അതുപോലെ ഇതിൽ സർക്കിൾ എണ്ണിയിട്ട് ഇവിടെ എഴുതാം. സർക്കിൾ തെറ്റാതെ എണ്ണണം. 1, പിന്നെയോ ചെറുത് ആദ്യം എണ്ണുക. 1 2 3 4 5 6 7 8 9. പിന്നെ ഇതേ ഈ സർക്കിളില്ലേ, ഇതേ ഈ സർക്കിള് 10 കണ്ടു. അടുത്ത സർക്കിൾ കണ്ടു, വലിയ സർക്കിള് 11. പിന്നെ ഇതേ ഈ സർക്കിള് ഇതെയോ 12. കൂട്ടുകാർക്ക് മനസ്സിലായോ? അങ്ങനെ ഇവിടെ 12 എന്ന് എഴുതുക. 2 മാർക്കാണ് അതിന്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, 2 and 2 make. 2ഉം 2ഉം കൂട്ടി എത്രയാണ്? 2ഉം 2ഉം കൂട്ടി കഴിഞ്ഞ് നമുക്ക് 4 ആണ് അല്ലേ? കൂട്ടുകാരെ എന്ത് ചെയ്യാം? ഒരു കയ്യിൽ 2 വിരലും അടുത്ത കയ്യിൽ എത്ര വിരലെടുക്കണം? 2 വിരലും എടുക്കുക. അങ്ങനെ അത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ഒരു കയ്യിൽ എത്ര വിരലെടുക്കണം? 2 വിരലും. അടുത്ത കയ്യിൽ എത്ര വിരലെടുക്കണം? 2 വിരലും. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാ? ഒന്ന് എണ്ണി നോക്കിയ വിരലുകൾ എടുത്തിട്ട് എത്രയാ? 1 2 3 4. അപ്പോൾ അതിവിടെ എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹാഫ് ഓഫ് 6 ഈസ് ഡാഷ്. 6ൻ്റെ ഹാഫ് എത്രയാ? 6ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? പകുതി. പകുതി എത്രയാ? 6 വിരലെടുത്ത് അതിൻ്റെ പകുതി വിരൽ നമ്മൾ എന്ത് ചെയ്യണം? മടക്കണം. എങ്ങനെയാ പകുതി കണ്ടുപിടിക്കുക? 6ൻ്റെ പകുതി എങ്ങനെയാ കണ്ടുപിടിക്കുക? 6 വിരലെടുത്തേ കൂട്ടുകാർ. 6 വിരലെടുത്ത് ആ 6ൽ എത്ര മടക്കണം? 1 2 3. അത് മടക്കി പിന്നെ എത്ര ബാക്കിയുണ്ട്? 3 അല്ലേ? 6ൻ്റെ പകുതി എത്രയാ? 6ൻ്റെ പകുതിയാണ് 3. ഓക്കെ. ഇനി അടുത്തത്, ഫിൽ അപ്പ് ദ ബ്ലാങ്ക് ബോക്സ്. നമ്പർ ഓഫ് പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡബിൾ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആദ്യത്തെ ചിത്രം കണ്ടുവോ? എത്ര ഉണ്ട്? 1 2. അപ്പോൾ അതിൻ്റെ ഡബിൾ എത്രയാ? അതെന്നെ വീണ്ടും എണ്ണ കൂട്ടുകാരെ. ഡബിൾ ചോദിക്കുമ്പോൾ 1 2, വീണ്ടും എണ്ണ 3 4 അല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ വരച്ച് നോക്കണം കൂട്ടുകാരെ. ഒന്നാൽ ഇത് തന്നെ 1 2 3 4 2 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? എണ്ണണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 2, അത് കഴിഞ്ഞ് ഇവിടെ അങ്ങനെ ഒന്ന് വരച്ച് നോക്കുക. കണ്ടുവോ? 2 പ്രാവശ്യമാണല്ലോ അവർ വരച്ചേക്കണേ. അതിനോടുകൂടി 2 പ്രാവശ്യം നമ്മളും വരയ്ക്കുക. അപ്പോൾ എത്രയാണ് ആൻസർ വന്നേ? 4. 1 2 3 4. അടുത്തതോ 1 2 3. എത്ര പ്രാവശ്യം ഇവിടെ എഴുതി വരച്ചിട്ടുണ്ട്? 1 2 3 അല്ലേ? 1 2 3. അപ്പം ഇനി എത്ര ഡബിൾ വരിക? ഇതിൻ്റെ ഇരട്ടിയാണ്. ഒന്നാലും നമ്മൾ എങ്ങനെ എണ്ണണം? 1 2 3, വീണ്ടും ഇവിടുന്ന് 4 5 6. അതല്ലെങ്കിൽ കൂട്ടുകാർക്ക് തെറ്റാച്ചെങ്കിൽ പെൻസിലൊക്കെ എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ മതി. 1 2 3, പിന്നെ എന്ത് ചെയ്യണം? 4 5 6. എത്ര പ്രാവശ്യം വരച്ചു? 1 2 3. അതേപോലെ വീണ്ടും 1 2 3 ഇവിടെ വരച്ചു. അപ്പോൾ ഇതിൻ്റെ ഡബിളായി.
അപ്പോൾ എണ്ണി നോക്കിയേ 1 2 3 4 5 6. അപ്പം ഡബിള് കണ്ടുവോ? 3യുടെ ഡബിള് 6. ഇനി അടുത്തത് കൂട്ടുകാരൊന്ന് വരച്ച് നോക്കിയേ. 1 2 3 4. അപ്പം ഇനി എത്ര വരയ്ക്കണം നമുക്ക് ഡബിള് കിട്ടാൻ? 4 എണ്ണം വരയ്ക്കണം. 1 2 3 4. അപ്പം എത്രയാ? 1 2 3 4 5 6 7 8. എത്രയാണ് നമുക്ക് ഡബിളായിട്ട് വന്നത്? 8. അടുത്തത് എണ്ണിയേ. 1 2 3 4. ഇനിയോ 4 കഴിഞ്ഞാൽ അപ്പം എത്ര എണ്ണം വരയ്ക്കണം? 1 2 3 4. 4 ആണല്ലോ ചിത്രം തന്നെ. അപ്പം അത്ര തന്നെ വീണ്ടും വരച്ചു. ഇനി എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 8. അടുത്ത ചിത്രത്തിൽ എത്രയാ? 1 2 3 4 5. ആ 5 എണ്ണം തന്നേക്കുന്നു. ഇനി അതിൻ്റെ ഡബിള് കിട്ടാൻ അത്ര എണ്ണം കൂടി നമ്മൾ വരയ്ക്കണം. എത്ര എണ്ണം വരയ്ക്കണം? 5 എണ്ണം വരയ്ക്കണം. എത്രയായി? 5 ആയോ? 1 2 3 4 5. ഇനി നമുക്ക് അത് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 5ൻ്റെ ഡബിള് 10. ഇതിന് 4 മാർക്കാണ്. 1 2 3 4. 4 എണ്ണം ചെയ്തപ്പോൾ എത്ര മാർക്ക് കിട്ടി? 4 മാർക്കാണ്. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ അപ്പ് ദ സെൽ. ഈ സെല്ലൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. ഇവിടെ എത്രയാണ്? 7. ഇനി ഇവിടെ ഓരോ അക്കങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഈ അക്കം കണ്ടുപിടിക്കുക? ഇവിടുത്തെ അക്കം കണ്ടുപിടിക്കുക എങ്ങനെയാ? 7 കിട്ടണം. ഇതും കൂട്ടുമ്പോൾ ഇവിടെ 7 കിട്ടണം. എങ്ങനെ കണ്ടുപിടിക്കും? കൂട്ടുകാരൊരു കാര്യം ചെയ്യുക. നടുവിലെഴുതിയ സംഖ്യ ഏതാണെച്ചെങ്കിൽ ഇതിലേതാണ് വലുത് എന്ന് നോക്കുക. അപ്പം ഇതിലേതാ വലുത്? 7 ആണോ വലുത്? 4 ആണോ വലുത്? 7 ആണല്ലേ. ഈ 7ൽ നിന്ന് 4 മൈനസ് ചെയ്യാം. 7 മൈനസ് 4 എത്രയാ? 7 മൈനസ് 4 എത്രയാ? 7 വിരലെടുത്തേ. എടുത്തോ കൂട്ടുകാരി? അതിൽ നിന്ന് എത്രയാ കുറയ്ക്കണ്ടേ? 4 വിരൽ മടക്കിയേ. ഇപ്പം എത്രയാ ആൻസർ വന്നേ? 3. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? 3 + 4 = എത്രയാ? 7. 3 + 4 = 7. 7 മൈനസ് 4 3 അല്ലേ? അപ്പം ഇവിടത്തെ കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിലേതാണ് വലുത് വെച്ചെങ്കിൽ അതിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കണം. ആ കിട്ടിയ ഉത്തരമാണ് ഇവിടെ എഴുതേണ്ടത്. കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കിയേ. ഇവിടെ 7 ആണ്, ഇവിടെ 1 ആണ്. ഇവിടത്തെ കിട്ടാൻ എത്ര? ഇത് കൂട്ടുമ്പോൾ എത്ര വേണം? 7 വേണമല്ലേ? അപ്പം എങ്ങനെ ചെയ്യാം? 7 കൂട്ടുകാർ പറഞ്ഞേ. 7 മൈനസ് എത്രയാ? 1. അപ്പം എത്രയാ? ഇവിടെ എത്രയും കിട്ടുക നമുക്ക്? എങ്ങനെയാ കിട്ടുക? 7 വിരലെടുത്ത് 1 വിരൽ മടക്കി. എത്ര കിട്ടി? 6. അപ്പം എത്ര കിട്ടി? 6 അല്ലേ? 7 വിരലെടുത്ത് 1 വിരൽ കുറച്ചു, 1 വിരൽ മടക്കി. എത്ര കിട്ടി? 6. അപ്പം നോക്കൂ 6 + 1 എത്രയാ? 6 വിരലെടുത്ത് 1 കൂട്ടി എത്രയാ കിട്ടുക? 7. മനസ്സിലായോ? അടുത്തത് 3 തന്നിട്ടുണ്ട്. എങ്ങനെ ചെയ്യാ? 7 മൈനസ് 3 എത്രയാ? 7 വിരലെടുത്ത് 3 വിരൽ മടക്കി. 4. ഇനിയോ 7 ഉണ്ട് 5 ഉണ്ട്. എങ്ങനെ ചെയ്യും? 7 വിരലെടുത്ത് 5 വിരൽ മടക്കി. ആൻസർ എത്ര കിട്ടിയേ? 2. അടുത്തത് 7 വിരലെടുത്ത് 6 വിരൽ മടക്കി. 1. അടുത്തതോ 7 വിരലെടുത്ത് 2 വിരൽ മടക്കി. 5. കൂട്ടുകാർക്ക് ഇത് ചെയ്യാൻ മനസ്സിലായോ? വളരെ സിമ്പിളാണ്. 7ൽ നിന്ന് തന്നിരിക്കുന്ന സംഖ്യ കുറച്ചാൽ ആ വിട്ടുപോയ സംഖ്യ നമുക്ക് കിട്ടും. ഓക്കെ. ഈ ക്വസ്റ്റ്യന് 6 മാർക്കാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ നെക്സ്റ്റ്. നമ്മൾ ഇവിടെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എത്ര എണ്ണം വരച്ചിട്ടുണ്ട്? ഒരു ലോലിപ്പോപ്പ് വരച്ചിട്ടുണ്ട്. പിന്നെയോ ഇതിൽ 2 എണ്ണം വരച്ചു. ഇവിടെ 3
3 വരച്ചു. 1 2 3. പിന്നെ ഇവിടെ എത്ര എണ്ണം വരയ്ക്കും? 4. 4 വരയ്ക്കും. ഇപ്പൊ കണ്ടു കൂട്ടുകാരെ. 1 2 3 4. ഇനി അടുത്തത് ഇവിടെ ഒരു ചതുരം, ഇവിടെ 1 2 2 ചതുരം, 1 2 3 3 ചതുരം. ഇനി എത്ര വരയ്ക്കണം? 1 2 3 4 അല്ലേ? 3 കഴിഞ്ഞ 4 അല്ലേ? 1 2 3 4. അടുത്തത് 1 2 3 4. ഇവിടെയോ 1 2 3. ഇവിടെയോ 1 2. അപ്പം ഇനി എന്താവും? 1 വെച്ച് കുറഞ്ഞ വരണല്ലേ? ആദ്യം 4, പിന്നെ 3, പിന്നെ 2. ഇനി എത്രയാണ് വരയ്ക്കുക? 1 അല്ലേ? ഒരെണ്ണം വരച്ചാൽ മതിയില്ലേ? ഇങ്ങനെ വരയ്ക്കുന്നതിന് 3 മാർക്കാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഫിൽ അപ്പ് ദ നെക്സ്റ്റ്. എന്താ? 2 4 6. ഇനി അടുത്തത് എത്രയാവും? 8. ഇത് ഇരട്ടസംഖ്യയാണ്. അതുപോലെ 2 വെച്ച് കൂട്ടി പോണതാണ്. 2 4 6 8. അടുത്തതോ 9 8 7. എത്ര വെച്ചാ കൂടുകയാണോ കുറയാണോ? കുറയാണ്. എത്ര വെച്ചാ കുറയുന്നത്? 1 വെച്ചില്ലേ? അപ്പം 1 വെച്ച് കുറയാണ്. 9 8 7. അടുത്തത് 6. ഇനിയോ 10 20 30. ഇനിയോ എത്ര വെച്ചാ കുറയാണോ കൂടുകയാണോ? കൂടുകയാണല്ലേ? എത്ര വെച്ചാ കൂടുന്നത്? 10 വെച്ചാണ് കൂടുന്നത്. 10 20 30. 30യുടെ കൂടെ എന്ത് കൂട്ടണം? 10 കൂട്ടിയപ്പോൾ എത്രയാ? 40. ഓക്കെ, ഇതിന് 3 മാർക്കാണ്. ഇങ്ങനെ നമ്മൾ ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.